സർ, എത്രയൊക്കെ മാധ്യമങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ മാധ്യമങ്ങളുമായി വളരെ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും, പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികൾ, അത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ആരായാലും, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഉത്തരം പറയാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ചില ചോദ്യങ്ങളുണ്ടാവും. അത്തരം ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ 10-15 വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. മന്ത്രിസഭ മാറിയ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനോടും ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് അസുഖകരം എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും വിശേഷിപ്പിക്കുന്ന 3 ചോദ്യം ഞാൻ ചോദിക്കാം. ചോദ്യം 1, എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനങ്ങൾ PSCക്ക് വിടാൻ തയ്യാറുണ്ടോ? 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പുറത്താകലിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് വിദ്യാഭ്യാസ നിയമം. ഭൂപരിഷ്കരണ നിയമവും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെതിരായി ജാതി മത ശക്തികൾ തെരുവിലിറങ്ങി വിമോചന സമരമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ഏറ്റവും വലിയ ജനാധിപത്യവാദി എന്ന് നമ്മൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടു. അന്ന് വലിയ ചൂഷണം എയ്ഡഡ് മേഖലയിൽ നടന്നിരുന്നു. സർക്കാർ കൊടുക്കുന്ന കാശ് മാനേജർമാർ അത് കയ്യിൽ വെക്കും. തനിക്ക് തോന്നുന്ന രൂപ മാത്രമേ ശമ്പളമായി അധ്യാപകർക്കും അനധ്യാപകർക്കും നൽകിയിരുന്നുള്ളൂ. അതിൽ നിന്ന് അധ്യാപകരെ ജീവനക്കാരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ, ഈ നിയമനങ്ങൾ സർക്കാർ നടത്തും, PSC നടത്തും. അങ്ങനെയുള്ള തിരഞ്ഞെടുക്കുന്ന അവരായിരിക്കും. ഒരു ഔദ്യോഗിക സംവിധാനം അതിനുണ്ടായിരിക്കും. അതിനെതിരായി പല വിമർശനങ്ങൾ വന്നു, കേസുകൾ വന്നു. സിമിലർ ആയിട്ടുള്ള അതേപോലെയുള്ള നിയമങ്ങൾക്കെതിരായി പല സംസ്ഥാനങ്ങളിലും ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ടുനിന്ന കേസുകൾ വന്നു. പക്ഷേ ഈ വ്യവസ്ഥ, അധ്യാപക നിയമനം, ശമ്പളം കൊടുക്കുന്ന സർക്കാരിന് അധ്യാപക നിയമനത്തിൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്താനുള്ള നിയമ സംവിധാനം ശരിയാണ് എന്നാണ് സുപ്രീം കോടതി അന്തിമമായി വിധി കൽപ്പിച്ചത്. പക്ഷേ ഈ വ്യവസ്ഥ കേരള വിദ്യാഭ്യാസ ചട്ടത്തിലുണ്ട്. ഒരു സ്റ്റേജിലും ഒരു സർക്കാരും അത് കേരളത്തിൽ നടപ്പിലാക്കിയില്ല. അതിന്റെ ഫലം എന്താണ് എന്നറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് 1ാം സ്ഥാനമുള്ള ഇത് ഈ അധ്യാപക അനധ്യാപക നിയമന രംഗത്താണ്. ലക്ഷക്കണക്കിന് അധ്യാപകർ കേരളത്തിൽ 58-ന് ശേഷം നിയമിക്കപ്പെട്ടു. അതിൽ 1-2% എയ്ഡഡ് സ്കൂൾ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എങ്ങനെയാണ് നിയമനം നടക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. എയ്ഡഡ് കോളേജ് നിയമനത്തിൽ 1.25 കോടി രൂപ, ഒരുപക്ഷെ ചില അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് 1.5 കോടി രൂപ വരെ നിയമനത്തിന് മാനേജ്മെന്റുകൾ വാങ്ങുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്നത് സത്യം. അറിയാൻ പാടില്ലാത്തതായി ആരും കേരളത്തിലില്ല. പക്ഷെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഒരു ഭരണാധികാരിയും, ഇപ്പം 10 വർഷം ഭരിച്ച ഇരട്ടച്ചങ്കൻ ഭരണാധികാരി ഉൾപ്പെടെ ഒരു ഭരണാധികാരിയും മുന്നോട്ട് വന്നിട്ടില്ല. ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ കാലാകാലങ്ങളിൽ മുൻ സർക്കാരിന്റെ കാലത്ത്, EMS സർക്കാരിന്റെ കാലത്ത്, നായനാർ സർക്കാരിന്റെ കാലത്ത്, VS സർക്കാരിന്റെ കാലത്തൊക്കെ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും അന്നൊന്നും ഒരു പൊതു ചർച്ചയ്ക്ക് പോലും ഇത് വഴി തെളിയിച്ചിട്ടില്ല. ഇപ്പോൾ അതിനുള്ള സാങ്കത്യമുണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഞെട്ടിക്കുന്നതാണ് കണക്കുകൾ. സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിതരുടെ ശതമാനം 0.38 മാത്രമാണ്. 1% പോലും ദളിതരില്ല. ആകെ അനധ്യാപക തസ്തികകൾ ഉൾപ്പെടെ ആകെ ഉള്ള ദളിതരുടെ എണ്ണം 0.54% മാത്രമാണ്. ഈ പാവപ്പെട്ട നിസ്വരായ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനസമൂഹങ്ങൾ തീപ്പെട്ടി വാങ്ങുമ്പോൾ പോലും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഖജനാവിൽ നിന്ന് സർക്കാർ എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക്, യോഗ്യരായവർക്ക് ഒരു നിയമനം പോലും നിയമാനുസൃതം ലഭിക്കുന്നില്ല. വലിയ സാമൂഹിക അനീതിയാണ് ഇത്. ഇതിനെതിരായി ശബ്ദിക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല, വലതുപക്ഷം തയ്യാറല്ല,
BJP പോലെയുള്ള മൂന്നാം ശക്തിയും തയ്യാറല്ല. എല്ലാ ജാതി മത രാഷ്ട്രീയ സംഘടനകളുടെയും സ്പോൺസർഷിപ്പിൽ നടന്നുവരുന്ന ഏറ്റവും ഭീകരമായ അഴിമതിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാനല്ലാതെ ഉത്തരം പോലും ലഭിക്കും എന്നെനിക്ക് വിശ്വാസമില്ല. എങ്കിലും ഞാൻ ഈ ചോദ്യം പുതിയ സർക്കാരിനോട് ചോദിക്കുന്നു. കുറഞ്ഞപക്ഷം എല്ലാ രാഷ്ട്രീയ മതജാതി സംഘടനകളുടെയും ഒരു യോഗമെങ്കിലും വിളിച്ചുകൂട്ടി ഈ കൊടിയ അഴിമതിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കാനെങ്കിലും ഈ സർക്കാർ തുനിയുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിൽ നിന്നും എത്ര പേർ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു? എത്ര പേരെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിപ്പിച്ചു? കണക്കുകൾ അനുസരിച്ച് ഒരേ ഒരാൾ, അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ IUMLന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജയന്തി രാജൻ ആണ്. കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചു. ജയന്തി രാജൻ വളരെ കുറച്ച് വോട്ടുകൾക്ക്, 1286 വോട്ടുകൾക്ക് LDFന്റെ RJDയിലെ PK പ്രവീണിനോട് തോറ്റു. ഈ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പുള്ള എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് എത്ര പേർ മത്സരിച്ചിട്ടുണ്ട്? പണ്ടൊരു പരിപാടിയിൽ ഞാൻ ഒരു പരിപാടിയിൽ മാത്രമല്ല ഒട്ടേറെ പരിപാടികളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 1980-ൽ അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ ലോക്സഭയിൽ നിന്ന് മത്സരിച്ച കുഞ്ഞമ്പു മാത്രമാണ് ലോക്സഭാ അംഗമായി കേരളത്തിൽ ഒരു പൊതു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരാൾ. മഹാനായ KR നാരായണൻ, അദ്ദേഹം ഉപരാഷ്ട്രപതിയും പിന്നീട് രാഷ്ട്രപതിയുമായി. 2 പ്രാവശ്യമാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോക്സഭ അംഗമായത്. ഒറ്റപ്പാലം സംവരണ മണ്ഡലത്തിൽ നിന്നാണ് വിശ്വപൗരനായ KR നാരായണനെ രാഷ്ട്രീയ പ്രബുദ്ധമെന്ന് നമ്മൾ ഇപ്പോഴും സ്വന്തമായി അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചത്. അതിനു മുമ്പ് PK ചാത്തൻ മാസ്റ്റർ, ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. വലിയ പരീക്ഷണം 1967-ൽ അന്നത്തെ സപ്തകക്ഷി മുന്നണി നടത്തി. ചാത്തൻ മാസ്റ്ററെ ചാലക്കുടി പൊതുമണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചു. അന്ന് വലിയ വിജയമാണ് സപ്തകക്ഷി മുന്നണിക്കുണ്ടായത്. പക്ഷേ പ്രബുദ്ധമായ കേരളം ചാലക്കുടി മണ്ഡലത്തിൽ PK ചാത്തൻ മാസ്റ്ററെ പരാജയപ്പെടുത്തി. PP ജോർജാണ് അവിടെ 3453 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഞാൻ വളരെ ലളിതമായൊരു കാര്യം ഇനി ചോദിക്കാം. അത് പുതിയ മുഖ്യമന്ത്രിയോടാണ്. രമ്യ ഹരിദാസ് നേരത്തെ MP ആയിരുന്നു. പിന്നീട് അവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് പരാജയപ്പെട്ടു. രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവമാണ് അതിൽ പരാജയത്തിന് മുഖ്യ പങ്ക് വഹിച്ചത്. അതിനുശേഷം രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ, നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മത്സരിച്ചു. രമ്യ ഹരിദാസ് മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥി പ്രദീപ് LDFന്റെ ജയിച്ചു. പക്ഷെ ഭൂരിപക്ഷം രാധാകൃഷ്ണന് കിട്ടിയ അത്രയും ഭൂരിപക്ഷം അദ്ദേഹത്തിന് ചേലക്കരയിൽ നിന്ന് കിട്ടിയില്ല. രമ്യ ഹരിദാസ് നല്ല മത്സരം കാഴ്ചവെച്ചു. ചിറയൻകീഴ് സംവരണ മണ്ഡലത്തിൽ നിന്നും രമ്യ ഹരിദാസ് ആദ്യമായി കേരളത്തിലെ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രമ്യ ഹരിദാസിനെ കുറിച്ച് വ്യാപകം, MP ആയിരുന്ന കാലത്ത് ഒരുപക്ഷെ ഇത്രയും ഭീകരമായ സൈബർ ആക്രമണത്തിന് വിധേയായ ഒരു MPയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കോ പിന്നീട് ലോക്സഭയിലേക്കും വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രമ്യ ഹരിദാസ് ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന കാശ് കൊണ്ട് മണ്ഡലത്തിൽ മുഴുവൻ ഓടി നടക്കാൻ ഉള്ള സാഹചര്യമില്ല, കാശില്ല എന്ന് പറയുകയുണ്ടായി. അത് രമ്യ ഹരിദാസ് MP ആയി കിട്ടുന്ന കാശ് വാങ്ങി അർമാദിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്നാണ് വ്യാഖ്യാനം. വളരെ വലിയ മണ്ഡലം,
പ്രത്യേകിച്ച് വേറെ സ്വന്തമായി വാഹനമൊന്നുമില്ല. അത് മണ്ഡലത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ കിട്ടുന്ന കാശ് തികയില്ല എന്നൊരു കാര്യമാണ് അവരന്ന് ഉന്നയിച്ചത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ചിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാരാന്ത്യ പതിപ്പ് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ 21 വനിതകളെ തിരഞ്ഞെടുത്തു. അതിൽ ഒരാൾ രമ്യ ഹരിദാസ് ആയിരുന്നു. അതിൽ അവർ വെച്ച മാനദണ്ഡം പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ. രമ്യ ഹരിദാസിനെ പോലെയുള്ള ദളിത് എം പിമാർ പാർലമെന്റിൽ പോയി ചുമ്മാതിരിക്കുന്നു എന്നാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും സൈബർ വിദഗ്ധന്മാരും പ്രചരിപ്പിച്ചിരുന്ന കള്ളക്കഥ. രമ്യ ഹരിദാസിന്റെ പാർലമെന്ററി പ്രവർത്തനത്തെ ആസ്പദമാക്കിയ അറ്റൻഡൻസ് 72%, ദേശീയ ശരാശരിയെക്കാട്ടിലും ഒട്ടേറെ മുകളിൽ. അവർ പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങൾ 321. കേരളത്തിൽ പണ്ടൊരു പ്രമുഖ എം പി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ 0 ആയിരുന്നു. അപ്പൊ അന്ന് കുഞ്ചുകുറുപ്പ് മനോരമയിലെ കാർട്ടൂൺ പങ്ക്തിയിൽ എഴുതിയ ഒരു കമന്റ് ഇതാണ്: എല്ലാം അറിയുന്നവർക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ചോദ്യങ്ങളൊന്നും ചോദിക്കാറുള്ളത്. പക്ഷെ രമ്യ ഹരിദാസ് 321 ചോദ്യങ്ങൾ ചോദിച്ചു. മാത്രമല്ല, അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവ്, സോഷ്യൽ ക്രൗഡ് എന്താണ് അതിന് പറയുന്നത്, എല്ലാ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഫണ്ട് ശേഖരിച്ചാണ്, 10 ലക്ഷം രൂപ ശേഖരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ട് ആക്കിയത്. അങ്ങനെ ക്രൗഡ് സോഴ്സിങ്ങിലൂടെ കളക്ട് ചെയ്ത 10 ലക്ഷം രൂപയുമായാണ് രമ്യ മത്സരിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തത്. എൻ്റെ ചോദ്യം ഇതാണ്: ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കില്ല. അവിടെ പണ്ട് വലിയ MN ഗോവിന്ദൻ നായരെ പോലെയുള്ള മാരഥന്മാരെ തോൽപ്പിച്ചത് നാടാർ സ്ഥാനാർത്ഥികളായിരുന്നു. വലിയ ജാതി മേധാവിത്വമുള്ള ഒരു സ്ഥലമാണ് പിന്നീട് തിരുവനന്തപുരം മണ്ഡലം എന്ന് പലരും ആരോപിച്ചിരുന്നു. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ദളിതയായ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും UDF തയ്യാറുണ്ടോ? കേരളത്തിന്റെ സാമൂഹിക ചരിത്രം മാറ്റി എഴുതുന്ന സംഭവമായിരിക്കും അത്. KR നാരായൺ ഉന്നത പദവിയിലെത്തി, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു ഒക്കെ രാഷ്ട്രപതി സ്ഥാനം വരെ എത്തി. പക്ഷെ കേരളത്തിലെ പൊതു മണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ദളിത് സ്ഥാനാർത്ഥിയെ നിർത്താനും ജയിപ്പിക്കാനും പ്രമുഖ രാഷ്ട്രീയ മുന്നണികൾക്കൊന്നും സാധിക്കുന്നില്ല? ഒരു ചോദ്യം കൂടെ, അതുകൊണ്ട് ഞാൻ 3 ചോദ്യം ചോദിക്കും എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഇന്നേ വരെ ഒരു ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തും സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അതൊരു രാഷ്ട്രീയ നിയമനമാണ് എന്ന് നമുക്കറിയാം. ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരായി സരസ്വതി കുഞ്ഞികൃഷ്ണൻ പോലെയുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഇനി വരുന്ന ഒഴിവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷയായി ഒരു സ്ത്രീയെ നിയമിക്കാൻ തയ്യാറുണ്ടോ? സ്ത്രീയെ മാത്രം പോരാ, ഒരു ദളിത് സ്ത്രീയെയാണ് നിയമിക്കേണ്ടത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്ന ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട PK ജയലക്ഷ്മി ഈ പ്രാവശ്യം മത്സരിച്ചില്ല. അതുകൊണ്ട് MLA അല്ല. PK ജയലക്ഷ്മി പൊതു രംഗത്ത് വളരെ സജീവമാണ്. PK ജയലക്ഷ്മിയെ എന്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇനി വരുന്ന ഒഴിവിൽ അധ്യക്ഷയായി നിയമിച്ചുകൂടാ? ഈ 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നു. ഒരു കാരണവശാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, ഇത് ചർച്ചയാകില്ല. അത് നടപ്പിലാക്കാൻ ധൈര്യമുള്ള ഒരു സർക്കാരും കേരളം ഭരിച്ചിട്ടില്ല, ഇപ്പോൾ ഇല്ല, ഇനി ഉണ്ടാകും എന്ന് എനിക്ക് വിശ്വാസവും ഇല്ല. എന്തായാലും എത്രയൊക്കെ ആയാലും മുഖ്യമന്ത്രിമാരായാലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളോട് അവർക്കൊരു വിമുഖതയുണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. അത്തരത്തിലുള്ള 3-4 ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രദീപ് സാർ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.